മിർജാപൂർ സീസൺ 3. സോ മിർസാപൂർ സീസൺ 1ഉം 2ഉം കണ്ടവരോട് എനിക്ക് ഇത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് 10 മണിക്കൂർ വെറുതെ കളയാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സീസൺ കാണാൻ പാടുള്ളൂ. ഓരോ മണിക്കൂറിന്റെ 10 എപ്പിസോഡ് വെച്ചിട്ടാണ് സീസൺ 3യിലുള്ളത്. സോ സീസൺ 1ലും 2ലും നോക്കുമ്പോൾ എടുത്തു നിൽക്കുന്ന നമ്മുടെ മാസീവ് ക്യാരക്ടറായ കാലിൻ ബയ്യ, നമ്മുടെ പങ്കജ് ത്രിപാഠി ചെയ്ത ക്യാരക്ടറായിരുന്നു. ഇതിൽ ആളൊരു നന്മമരമാണ്. അവസാനത്തെ ഒരു 10 മിനിറ്റിലുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് ഇതിൽ ഒരു റോളും ഇല്ല. സോ സീസൺ 1ലാണെങ്കിൽ സീസൺ 2ലെ ഹീറോന് പറ്റിയൊരു വില്ലൻ ഉണ്ട്. ഒരാൾ മരിക്കുമ്പോൾ വേറെ ആൾ വരുന്നുണ്ട്. പവർഫുൾ ഹീറോന് പവർഫുൾ വില്ലൻ ഉണ്ട്. സീസൺ 3ൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡമ്മി വില്ലനും ഉണ്ട്, ഒരു ഡമ്മി ഹീറോയും ഉണ്ട്. സോ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ മാത്രമേ സീരീസ് നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. ഇതിലൊന്നുമില്ല, വലിച്ച് നീട്ടി അങ്ങോട്ട് കൊണ്ടേയിരിക്കുകയാണ് റബ്ബർ ബാൻഡും ബബിൾക്കും പോലെ. സോ നമ്മുടെ ഹീറോ ഗുഡ്ഡു പണ്ഡിറ്റ് ഒന്നിനും കൊള്ളാത്തൊരു ഹീറോ. അതൊരു വലിയ മിർസാപൂറിന്റെ രാജാവായി കൊണ്ട് കുറെ പട്ടി ഷോ കാണിക്കാൻ ഒന്നിനും കൊള്ളാത്തൊരു ഹീറോ ആണ് സീസൺ 3ൽ ഗുഡ്ഡു പണ്ഡിറ്റ്. പിന്നെ അതിലേറെ വെറുപ്പിച്ചിട്ടുണ്ട് ഗോലു ആണ്. ആരാണെന്ന കൊച്ച വിചാരം, ജാൻസി റാണിനെ കണ്ടു കഴിഞ്ഞ് കിടത്തി കെന്റിലിടാൻ തോന്നുന്നു. അത്രയും ഒരു ആറ്റിറ്റ്യൂഡും ജാടയും. എന്നാൽ വല്ലതിനും പറ്റും, ഒന്നിനും പറ്റില്ല. അനാവശ്യമായിട്ട് വെറുതെ ഇന്റിമേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു ഒരു പെണ്ണ് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വല്ല ഈ ദ്രോഹിക്കുന്നത് ആണായിരിക്കും. ഈ പെണ്ണും പിള്ളേനെ മനുഷ്യനെ കിടന്ന് വെറുപ്പിക്കുന്നത്. ഈ ഇന്റിമേറ്റ് സീൻസ് പറയുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ഇന്റിമേറ്റ് സീൻസ് വല്ലതും ഉണ്ട്, അതും ഇല്ല. വെറുപ്പിക്കലാണ്, എക്സ്ട്രീം വെറുപ്പിക്കലായിട്ടോ സീരിയസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 10 മണിക്കൂർ കളയാനുണ്ടെങ്കിൽ ഇരുന്ന് കാണാം. ഇനി ഇതിന്റെ സീസൺ 4 വരുന്നത്, ഇനിയിപ്പോ അതിലിപ്പോ ആരാണാവോ വരാൻ പോകുന്നത് ദൈവത്തിന് അറിയാം. അവസാനം ക്ലൈമാക്സിന്റെ ഒരു പോർഷൻ മാത്രമേ കുറച്ച് നന്നായി തോന്നിയിട്ടില്ല. സോ 10 മണിക്കൂർ വെറുതെ കളയാനുണ്ടെന്ന് വെച്ചാൽ പ്ലീസ് വാച്ച് ആമസോൺ പ്രൈമിൽ അവൈലബിൾ.